ശരീരത്തിൽ സ്കിന്നിൽ തന്നെ നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലേ? അത് ഒന്നുകിൽ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ മെലാസ്മയോ പസ് നിറഞ്ഞിട്ടുള്ള കുരുക്കളോ ചില ഡിസ്കളറേഷനോ അങ്ങനെ പലവിധ കാര്യങ്ങൾ, സ്കിൻ ടാഗ്, വോർഡ്സ്, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നിന് വരാറുണ്ട്. പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നുള്ളത്? നമുക്ക് എപ്പോഴും ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം ആയിട്ട് കാണിച്ചു തരുന്നതാണ് സ്കിന്നിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ. നമുക്ക് സാധാരണ ക്ലിയർ സ്കിന്നായിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം നിറയെ പിമ്പിൾസ് വരുന്നു, അല്ലെങ്കിൽ ചെറിയ ഡാർക്ക് സ്പോട്ടുകൾ വന്നിട്ട് അത് പിഗ്മെൻറ്റേഷൻ, മെലാസ്മ രീതിയിലേക്കൊക്കെ മാറുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നുകിൽ അവരിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിരിക്കാം, മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കുന്നില്ലായിരിക്കാം, അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ബോഡിയെ ക്ലെൻസ് ആക്കി വെക്കുകയും ചില ബേസിക് കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അതൊക്കെ ഫോളോ ചെയ്യും. അതിന് കൂടെ തന്നെ ചില സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയും ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഒരുപാട് പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തയ്യാറാക്കുന്ന ഒരു ഫേസ് ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇതിന് മുൻപ് ക്യാരറ്റ് ക്രീം തയ്യാറാക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ല, പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഈ ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ഫേസ് ക്രീമിൽ പ്രധാന ചേരുവയായിട്ട് നമ്മൾ എടുക്കുന്നത് ഉഴുന്നാണ്. അപ്പം അരി ഒക്കെ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഉഴുന്ന്. അപ്പോൾ ഇത് ഉഴുന്ന് പൊടിയായിട്ട് അല്പം ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഈ ഒരു ലിഡിന് പുറകിൽ കിട്ടുന്ന ആ ഒരു ഫൈൻ പൗഡറാണ് നമുക്ക് ആവശ്യം. ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. വളരെ സ്മൂത്ത് പേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 2 സ്പൂൺ ഉഴുന്ന് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടി. ഇതിൻ്റെ കോമ്പിനേഷൻ കേൾക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലിയോ ദോശയോ ഒക്കെയാണോ എന്ന് ചിന്തിച്ച് പോകുമല്ലേ? കാരണം ചില സമയത്ത് നമ്മൾ ഇഡ്ഡലിയൊക്കെ തന്നെ തട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പറ്റി പിടിച്ചിരിക്കുന്ന ഭാഗം ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് കയ്യിലേക്കൊന്ന് മസാജ് ചെയ്യുന്നതൊക്കെ കൈ സോഫ്റ്റ് ആക്കാനും അതുപോലെ ചുളിവുകൾ നീക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഡ്ഡലി മാവും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിതിലൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത് കാച്ചാത്ത പാലാണ്. പച്ചപ്പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഗുണങ്ങൾക്കും ഒക്കെ തന്നെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുക്കാം. അതും കൂടെ മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. കുറുക്കിയെടുത്തിട്ട് നമ്മൾ സാധാരണ മുൻപൊക്കെ ചെയ്തിരിക്കുന്ന ഫേസ് പാക്ക് പോലെ ആ ഒരു നല്ല ക്രീമി ടെക്സ്ചർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യുന്നത്. തൈര് ആഡ് ചെയ്യുന്നതും തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പ്രശ്നങ്ങളും അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത കുത്തുകളും പാടുകളും മാക്കുകളും ഒക്കെ കുറയാൻ ഇത് സഹായിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഉപയോഗിക്കണം എന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അല്പം ഓയിൽ ചേർക്കാം. കാരണം പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് നമ്മൾ തൈരിന് കൂടെ തന്നെ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പൊട്ടാറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്നുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇതുപോലെ സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ജ്യൂസുമല്ല നമുക്ക് ആവശ്യം, അതിനടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലായാൽ പെട്ടെന്ന് സ്റ്റാർച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതൊരു 10-15 മിനിറ്റ് തന്നെ ധാരാളം മതിയായിരിക്കും. അതിന് വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ കുറുക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. കണ്ടോ, ഇതുപോലെ ആ ജ്യൂസ് പോർഷൻ നമുക്ക് മാറ്റിയെടുത്തിട്ട് അതിന് അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ ഒരു സ്റ്റാർച്ച് പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈരും കൂടെ ചേർത്തിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കുക. അലോവേര ജെല്ല് പറ്റാത്തവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ അല്പം അലോവേര ജെല്ലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ക്രീം ടെക്സ്ചർ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ദിവസത്തിൽ ഒരു നേരം ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് നാളൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. ഒരു മാക്സിമം ഒരു 10 days ഒക്കെ തന്നെ വെച്ചാൽ മതിയായിരിക്കും. കാരണം റൈസൊക്കെ ചേർത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരുപാട് നാൾ ഉപയോഗിക്കുന്നതുകൊണ്ടും ഒരു തെറ്റില്ല. നമുക്ക് സ്കിന്നിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ റൈസ് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ നല്ല റിസൾട്ടും എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. പലരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് മുഖത്ത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് പലരും ചോദിച്ചത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താ, മറ്റു ടോപ്പിക്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം സബ്ജക്റ്റുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഹെൽത്ത് കെയർ ടിപ്സ് നമ്മുടെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം, ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും കാണാൻ താല്പര്യമില്ലാത്തൊരു മേഖലയാണെന്ന് തോന്നുന്നു. പലപ്പോഴും തന്നെ എഫേർട്ട് എടുത്ത് നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിപ്പെടുമ്പോഴും നിങ്ങളത് ചെയ്ത് നോക്കുമ്പോഴും ഒരാൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴും ഒക്കെയാണല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ, വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് മാത്രമാണ്. ഒരുപാടേറെ സബ്ജക്റ്റ് ഉണ്ട്. നമ്മുടെ ഹെൽത്ത് ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ മാക്സിമം നിങ്ങൾ ഇതുപോലെ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നത് ഇനിയിപ്പം പലപ്പോഴും നമുക്ക് ചിന്തിക്കാം, സ്കിൻ കെയർ ചെയ്യുന്നത് വെറുതെ മുഖത്തെ പാടുകളൊക്കെ മായ്ക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ മുഖത്ത് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണെന്ന്. അതിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒന്നുകിൽ സ്ട്രെസ്സ്. അതില്ലാത്തവരായിട്ട് ഒരാളും ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് എന്നുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഹോർമോൺ ലെവലൊക്കെ തന്നെ ഇംബാലൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാതെ വരും. ചിലർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ തന്നെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രധാന വില്ലൻ ഒന്നുകിൽ ചിന്തിക്കുമ്പോൾ അത് സ്ട്രെസ് ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഉറക്കക്കുറവ് കാരണം ഡാർക്ക് സർക്കിൾസ് വരാം. അതുപോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് വരാം. അല്ലെങ്കിൽ കുഴിഞ്ഞ കണ്ണുകൾ വരാം. അപ്പോൾ ഇതൊക്കെ ഒരു ആരോഗ്യ പ്രശ്നമാണ്, അല്ലാതെ സൗന്ദര്യ പ്രശ്നമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതിന് നമ്മളൊരു സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് സ്ട്രെസ്സ് കുറയ്ക്കാനും സഹായിക്കുന്നു. വളരെയധികം ടെൻഷനിലിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മൂഡിയായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആയിട്ടിരിക്കാനോ ഒക്കെയാണല്ലേ പലരും അങ്ങനെയാണ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെയാണ് ആയി പോകുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ സ്വയം ചിന്തിക്കുക, ഇത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ്, യോഗ, പ്രാണായാമ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അതിനുകൂടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ പറയുന്നതല്ല, പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സെറാട്ടോണിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുത്താൻ പറ്റും. ഈ ഹാപ്പി ആയിട്ട് ഇരുത്തുമ്പോഴാണ് സർക്കുലേഷൻ നടക്കുന്നതും ഓക്സിജൻ സപ്ലൈ നടക്കുന്നതും നല്ല ഗ്ലോ ആയിട്ട് ഇരുത്തുന്നതും സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ മാറുന്നതും. അപ്പം മുഖം വെളുക്കുക എന്നുള്ളൊരു രീതിയിൽ അല്ല നിങ്ങൾ ഇതൊന്നും അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു ഇഫക്റ്റ് എപ്പോഴും കിട്ടും. നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡൊക്കെ വ്യത്യാസം വന്ന് നല്ലൊരു ഗ്ലോ കിട്ടും സ്കിൻ കെയർ ചെയ്താൽ. അന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെറുതെ ഇരുന്നാലൊന്നും നമുക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളായാലും പുറമേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളായാലും ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും ഇത്തരം പാക്കുകളും ക്രീമുകളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരുപാട് കെമിക്കൽസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓവറായിട്ട് നമ്മൾ ഇതിലുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ സ്കിന്നിന് എന്തായാലും ഹാംഫുൾ ആയിട്ട് ബാധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം കണ്ടെത്തി ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൗന്ദര്യം മാത്രമല്ലേ ആരോഗ്യം തന്നെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.